നന്ദുന്റെ ടീച്ചേഴ്സാണ് കേട്ടാ. പറ്റിച്ചതാ, വെറുതെ പറഞ്ഞതാ. ഹായ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ നമ്മളെ നന്ദുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ഞാനിതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. നന്ദുവിൻ്റെ സ്കൂളിൽ നിന്ന് ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ സ്കൂളിലേക്കാണ്. അപ്പോൾ എന്തായാലും ഇഫ്താറിന് മാത്രമാണോ സനി പോകണമെന്ന് ആരും ചോദിക്കരുത്. അല്ലാത്ത എല്ലാ പരിപാടിക്കും ഞാൻ അത്യാവശ്യം കുറച്ച് പരിപാടിയൊക്കെ പോക്കുണ്ട്, മീറ്റിങ്ങിനൊക്കെ പോക്കുണ്ട്. പിന്നെ ഇഫ്താർ എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും കാര്യപ്പെട്ട പരിപാടിയുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഇതുപോലുള്ളൊരു കൂട്ടായ്മയൊക്കെ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് പങ്കെടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോക്ക്. അപ്പോൾ കഴിഞ്ഞല്ലോ ഞാനിതൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ നന്ദുവിൻ്റെ സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നന്ദുവിൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം, ടീച്ചേഴ്സിനെ ഒക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇഫ്താർ സംഗമം കൂടി ഒന്ന് പങ്കെടുത്തിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സ്കൂളിൽ പോയിട്ട് കാണാം അല്ലേ നന്ദു? പോകല്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് കയറും. അപ്പോൾ നമ്മൾ സ്കൂളെത്തിയിട്ടുണ്ട്. നന്ദുവിന് സാധനം വെച്ചിട്ട് നടക്കും. അപ്പോൾ ഇതാണ് നന്ദുവിൻ്റെ സ്കൂൾ കേട്ടോ. പി കുഞ്ഞിക്കണ്ണൻ വൈദ്യർ സ്മാരക മുസ്ലിം UP സ്കൂൾ ഇരണാവ് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ സ്കൂളാണിത്. അപ്പോൾ നന്ദുവിൻ്റെ ക്ലാസ് മാഷ് ഉണ്ട്, ഇതാണ് അതുൽ എന്നാണ് പേര് കേട്ടോ മാഷെ. കുട്ടി ഫാൻസൊക്കെ എത്തിയിട്ടുണ്ട്. അമ്മമാരൊന്നുമില്ല, വരുന്നുണ്ടാ? കാണാം. നമ്മൾ ടീച്ചേഴ്സൊക്കെ ഇവിടെ തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഹെൽപ്പ് ചെയ്യണോ ടീച്ചർ? നല്ല വൃത്തിക്കൊന്നും കുറവൊന്നുമില്ലെന്നേ അല്ലേ. ഒരാൾ കുറഞ്ഞു പോയിട്ട് ഒരാളിൻ്റെ എന്തായാലും എല്ലാവരും എടുക്കും. അതെന്തായാലും ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് എടുക്കും. അപ്പൊ എന്തായാലും നമ്മൾ നന്ദുവിന്റെ ടീച്ചേഴ്സാണ് കേട്ടാ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞൊക്കെ എന്തായാലും എല്ലാവരും കൂടി. അപ്പൊ ഈ നമ്മളെ നന്ദുവിന്റെ ക്ലാസ് അല്ല മാത്സ് ടീച്ചർ അല്ലേ, രമ്യ ടീച്ചർ ഒന്ന് കാണിക്കുന്നത്. നമ്മളെ HM ഹായ് ടീച്ചർ. അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അത് എടുത്ത് പറയണം കേട്ടോ. ടീച്ചേഴ്സും മാഷന്മാരും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല ഫ്രീ ആയിട്ട് ഇടപഴകാൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. മത്തൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. മത്തൊക്കെ മുന്തിരി ഇഷ്ടം പോലെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പം എന്തായാലും ഹായ് പറഞ്ഞേ. അപ്പം നോമ്പ് തുറക്കേണ്ട സമയം ഇങ്ങോട്ട് അടുത്ത് വരുമ്പോഴേക്കും എന്താ ഗ്ലാസും പ്ലേറ്റും എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ട് നമ്മളെ ടീച്ചേഴ്സും നമ്മളെ ഹെൽപ്പേഴ്സും എല്ലാവരും കൂടി PTA അംഗങ്ങളും ഒക്കെ കൂടി നമ്മൾ എല്ലാം സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ഇല്ല, ഞാൻ ഹായ് പറയൂല. എടാ ഇയാളെ പോകുന്നു കാണുന്നില്ലടാ, ഒന്ന് കാണിക്കടാ. എത്രല്ല പഠിക്കുന്നേ? നിങ്ങൾ എല്ലാവരും എഴുതില്ല? ഓക്കേ. അതുകൊണ്ട് വെട്ടം കുറച്ച് കുറവാണ്, ലൈറ്റ് ഇല്ല, നല്ല കളർഫുൾ ഉണ്ടല്ലോ. നല്ല മുന്തിരിയും ബത്തൊക്കെ മാത്രമുള്ള അങ്ങോട്ട്. അപ്പോൾ കടികളൊക്കെ നല്ലോണം അങ്ങോട്ട് ഒപ്പിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കൊണ്ടാ മുറി കയറിയപ്പോൾ കറണ്ട് ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാ, മറ്റേ വെള്ളമില്ലാത്തതിനാൽ വള്ളംകളി മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നോമ്പ് തുറ മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഉള്ളതുപോലെ ഞാനങ്ങോട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. നമ്മളെ കായട, ബോണ്ട, അതുപോലെ തന്നെ സമൂസ, പഴംപൊരി, പരിപ്പ് വട, ചിക്കൻ റോള്, പിന്നെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ടായിട്ടാ. പിന്നെ അങ്ങോട്ട് നേരത്തെ വെച്ച ഐറ്റംസ് ഒന്നും എനിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വലിയ അങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഉള്ളിവടയൊക്കെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് എന്താണെന്ന് കഴിച്ചപ്പോൾ ഒരു ഐറ്റം തന്നെ 2 എണ്ണമൊക്കെ കിട്ടിയ പ്ലേറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ കാരക്ക, ഈത്തപ്പഴം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് മതിയായി എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചേക്കണം എന്നൊക്കെ ഉള്ളൊരു രസമാണ് കേട്ടോ. എല്ലാം കാണലുണ്ടോ? ആയിക്കോട്ടെ അത് തന്നെയല്ലേ സന്തോഷം, കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. ആദ്യം നമ്മൾ ഈത്തപ്പഴം തന്നെ പോരുന്നുണ്ട്, പിന്നെ അതിൻ്റെ പുറകെ എല്ലാം ഇങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ താലം പിടിച്ച് വരുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചകളൊക്കെ. ഈ ഒരു കൂട്ടായ്മയും ഇതൊക്കെ സ്കൂളുകളിലായാലും എല്ലായിടത്തും ഇപ്പോൾ നമ്മളെ ഏരിയകളിൽ നമ്മളെ നാട്ടിൽ തന്നെ 2 ഇഫ്താർ വിരുന്ന് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് രണ്ടിലും പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഒന്ന് നമ്മൾ അംഗൻവാടിയിലും പിന്നെ നമ്മളെ ഡാം പ്രദേശിൻ്റെ നമ്മളെ പിള്ളേരൊക്കെ നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്നാണ് ഇതിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത്. അതുപോലെ തന്നെ ഇത് നമ്മളെ രമ ടീച്ചർ കേട്ടാ, നമ്മളെ ടീച്ചർ ഈ വർഷം സ്കൂളിൽ നിന്ന് പിരിയാണ്. അപ്പോൾ അത് ടീച്ചർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോൻ എവിടെയാണ് പോയെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. നന്ദുവിനെ ഞാൻ അന്വേഷിച്ചിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി, പക്ഷെ നന്ദു മാത്രം വന്നിട്ടില്ല. അങ്ങനെ ഞാൻ നന്ദുവിനൊരു കസേര ഞാനവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ എത്തിയിട്ട ആള്. നന്ദു വൈകി എത്തിയോണ്ട് നന്ദുവിന് ഒന്നും കിട്ടിയില്ല. നമ്മളെ പാത്രത്തിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്, നിനക്കൊന്നും കിട്ടിയില്ല. പാത്രം അങ്ങനെ തന്നെ വേണം. പാത്രം മാറ്റാൻ തന്നെ നന്ദുവിന് കിട്ടായിട്ട് സങ്കടം. അതുപോലെ തന്നെ നന്ദുവിനൊക്കെ ഇതാ വാങ്ങി കൊടുക്കാനൊന്നും സമയമില്ല കേട്ടോ. വെള്ളം കണ്ടിട്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പരാക്രമം കേട്ടോ. സത്യം പറഞ്ഞാലല്ലേ ഈ സമയത്ത് നോൻപെടുക്കുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു സംഭവം തന്നെ കേട്ടോ. കാരണം നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമുക്ക് വെള്ളം പിന്നെയും കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ വെള്ളം കുടിക്കാതെ നിൽക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, അതിന് പറയാനും വേണ്ടി വാക്കുകളില്ല കേട്ടോ. അപ്പോൾ വേറൊരു കോമഡി എൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് അടിയായിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മൾ HM വന്ന് അത് സോൾവ് ചെയ്ത് അങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ വാങ്ങി കൊടുക്കാൻ സമയം ഇങ്ങോട്ട് അടുത്തിട്ടുണ്ട്. അപ്പം ഇനി കട്ട വെയിറ്റ് അല്ലേ, ഒരിക്കലും വിശപ്പായി കേട്ടാ, ഒരിക്കലും ഭയങ്കര വിശപ്പായി. അപ്പം ഇനിയിപ്പോൾ സമയമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കിയിരിക്കുകയാണ് എല്ലാവരും. സബ്സ്ക്രൈബറാണ് കേട്ടോ ഇത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലേ? പറ്റിച്ചതാ, വെറുതെ പറഞ്ഞതാ, ശരിക്കും ചെയ്തിട്ടുണ്ടാ? അതുപോലെ തന്നെ നോമ്പ് തുറക്കും മുൻപായിട്ട് നമ്മൾ സ്കൂളിൽ വിളിച്ച വിശിഷ്ടാതിഥികളെല്ലാം 2 വാക്ക് സംസാരിക്കുകയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞു മക്കളൊക്കെ നമ്മളോട് ഹായ് പറയണമെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊടുത്തിട്ട് കറക്റ്റ് വെള്ളം കഴിക്കുന്നതാ. എല്ലാവരും വെള്ളം കുടി തുടങ്ങി കേട്ടാ. കുടിച്ചോടാ വെള്ളം കുടിക്കടാ, കുടിക്കേ. നോക്കിയല്ലേ ഇന്നുണ്ടായിന് കാരക്കല്ലേ തിന്നാ, കാരക്ക ഫസ്റ്റ് തിന്നാ. ഇവിടെ കാരക്കന്നല്ല, ഇവിടെ വെച്ചടിക്കുകയാണത്. വാങ്ങി കൊടുത്തല്ലേ, ഞാനിപ്പോഴാ കഴിച്ചാൽ വേണ്ട എൻ്റെ വെള്ളം. ഇപ്പം എന്തായാലും നമ്മൾ കഴിക്കാൻ തുടങ്ങിയാണ്. ഇപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് കാണാം അല്ലേ കഴിയാലോ. ഞാൻ കഴിക്കണേ. ഇതാണിത് വായി നിറച്ചു വിട്ടാ അത് ചിരിച്ചോടുന്ന. അയ്യോ അങ്ങനെ നല്ലൊരു നോമ്പ് തുറതായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും സന്തോഷത്തോടുകൂടിയുള്ളൊരു നോമ്പ് തുറയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലൊരു വിരുന്നൊരുക്കിയ നമ്മളെ പി കുഞ്ഞിക്കണ്ണൻ വൈദ്യസ്മാരക മുസ്ലിം UP സ്കൂൾ നമ്മളെ സ്കൂളിനോട് നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ 2 മാസത്തെ വെക്കേഷനാണ് ഇനി. അപ്പോൾ ഇനി നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ദിവസങ്ങളാണല്ലേ. അപ്പോൾ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ നമ്മളെ ഇഫ്താർ വിരുന്നൊക്കെ കഴിഞ്ഞു. അതാ നമ്മളെ നന്ദുട്ടൻ്റെ സ്കൂളും അടച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് ഭാഗ്യം. ഇനി സ്കൂളിൽ പോകേണ്ട ഭാഗ്യം. അപ്പോൾ ഇനി അങ്ങോട്ട് വെക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഫുൾ കളി, എൻജോയ്. അപ്പോൾ എന്തായാലും എല്ലാവരോടും ടാറ്റ പറ.